ശേഖറാണ്. നമ്മുടെ CMA ഫൗണ്ടേഷൻ എക്സാം ഡിസംബർ 2020 ആയിട്ട് ബന്ധപ്പെട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്കിപ്പം ഇൻ്ററിൻ്റെ ഫൈനലിൻ്റെയൊക്കെ ഓപ്ഷൻ സെലക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് CMA ഫൗണ്ടേഷൻ പിള്ളേർക്കുള്ള, അതായത് +2 കഴിഞ്ഞ് CMA ഇൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിള്ളേർക്ക് ഓൾറെഡി ഒരു സെറ്റ് ഫൗണ്ടേഷൻ എക്സാം ഓൺലൈൻ ഹോം ബേസ്ഡ് ആയിട്ട് നടത്തി കഴിഞ്ഞു. അപ്പോൾ അടുത്ത ഡിസംബർ 2020 എക്സാം അവർ ഓൺലൈൻ ഹോം ബേസ്ഡ് ആണ് നേരത്തെ തന്നെ അനൗൺസ് ചെയ്തു. December 5 ആണ് അതിന് വന്നിരിക്കുന്ന ഡേറ്റ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫോർമൽ ഇൻഫർമേഷനാണ് അതിൻ്റെ, അതായത് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യണം. കാരണം ഇൻ്റർ ഫൈനൽ എക്സാമിനേഷൻ ഫോം ഓൺലൈൻ വഴി ഫയൽ ചെയ്തതുപോലെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനും ഫയൽ ചെയ്യാനുള്ള ഡീറ്റെയിൽസാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ക്രെഡൻഷ്യൽ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കി, പ്ലീസ് കീപ്പ് യുവർ ഗവൺമെൻറ് ID പ്രൂഫ്. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഓൺലൈൻ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ID കാർഡ് നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്തിരിക്കണം. അത് വോട്ടർ ID യോ ഡ്രൈവിംഗ് ലൈസൻസോ ആധാർ കാർഡോ എന്ത് കാര്യവും വേണം. ഓക്കെ, സ്റ്റുഡൻസിൻ്റെ ID നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് നമ്മൾ ഓൺലൈൻ എക്സാം ഫയൽ ചെയ്യുന്ന, ഈ പറഞ്ഞിരിക്കുന്ന ഓൺലൈൻ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ അതിനൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ രണ്ടാമത് പറയുന്നത്, കാൻഡിഡേറ്റ് ഓർ സ്റ്റുഡൻറ്റ് ഷുഡ് ഹാവ് റിക്വയർഡ് സിസ്റ്റം ആൻഡ് ചെക്ക് ദെയർ സിസ്റ്റം ഇൻ ദ ഗിവൺ ലിങ്ക് എലോങ് വിത്ത് ദ റിക്വയർഡ് ഇൻ്റർനെറ്റ് ബ്രാൻഡ് വിത്ത് ആൻഡ് പവർ ബാക്കപ്പ് ടു അപ്പിയർ ഇൻ എക്സാമിനേഷൻ ഫ്രം ഹോം. നമ്മൾ ഹോം ബേസ്ഡ് എക്സാമാണ് ഫൗണ്ടേഷൻ വരുന്നത്. തികച്ച് നമുക്ക് ഇപ്പോൾ ഇൻ്റർനോ ഫൈനലോ ആണെന്നുണ്ടെങ്കിൽ ഹോം ബേസ്ഡ് അല്ലെങ്കിൽ സെൻറ്റർ ബേസ്ഡ് എക്സാം 2 ഓപ്ഷൻസ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഓപ്റ്റ് ഔട്ട്. അതിൻ്റെ കാര്യമൊന്നും നമുക്ക് ഫൗണ്ടേഷൻ ഇല്ല. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓൺലി ഹോം ബേസ്ഡ് എക്സാം ആണ്. ഓൺലൈനാണ് എന്നത് ഹോം ബേസ്ഡ് എക്സാമാണ്. ഈവൻ ഫോൺ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പവർ ബാക്കപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. നോർമലി ഒരു സിസ്റ്റത്തിന് ആവശ്യത്തിനുള്ള റിക്വയർമെൻറ്റ് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തിരിക്കണം എന്നാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ദെൻ തേർഡ് പോയിന്റ് പറയുന്നത്, കാൻഡിഡേറ്റ് ഓർ സ്റ്റുഡൻസ് മസ്റ്റ് ക്യാപ്ചർ ദെയർ ഫോട്ടോ ആൻഡ് ID പ്രൂഫ് ഇൻ ദ ഗിവൺ ലിങ്ക്. തന്നിരിക്കുന്ന ലിങ്ക് വഴി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫോട്ടോയും ID പ്രൂഫും എന്ത് ചെയ്തിരിക്കണം, അപ്ലോഡ് ചെയ്യണം. അതായത് നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞായിരുന്നു ID പ്രൂഫ് എന്ന് പറയുന്ന സംഗതി നമുക്ക് വേണം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതേമാതിരി ഫോർത്ത് പോയിന്റ് പറയുന്നത്, കാൻഡിഡേറ്റ്സ് ഓൺ സ്റ്റുഡൻസ് മസ്റ്റ് പ്രൊവൈഡ് ദെയർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓർ രജിസ്ട്രേഷൻ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് DOB ആസ് പെർ എക്സാം ആപ്ലിക്കേഷൻ ഫോം ഇൻ ദ ഗിവൺ ലിങ്ക്. നമുക്ക് തന്നിരിക്കുന്ന ലിങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ആ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായി പ്രൊവൈഡ് ചെയ്യണം. Then candidates or students must provide correct and updated contact details like a mobile number and email ID with all other required credentials in the given link to receive the examination log in the link and pass key for December 2020 എക്സാം. എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇത് ഓൺലൈൻ എക്സാമാണ്, ഓൺലൈൻ ഹോം ബേസ്ഡ് എക്സാമാണ്. അപ്പോൾ നമുക്ക് ഈ എക്സാം ടൈം ആകുമ്പോൾ, എക്സാമിൻ്റെ ടൈമിൽ നമുക്കിപ്പോൾ എന്തായിരുന്നാലും ഓൺലൈൻ ചെയ്യണമെങ്കിൽ ലോഗിൻ ചെയ്യണമല്ലോ. അപ്പോൾ ലോഗിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലിങ്കും അതിൻ്റെ പാസ്വേഡും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ മെയിൽ IDയിലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിലോട്ടോ, രണ്ടിലും അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഈ ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള മെയിൽ IDയും മറ്റ് കാര്യങ്ങളുമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയുണ്ട്. കൃത്യമായിട്ടുള്ള മെയിൽ ID, കൃത്യമായിട്ടുള്ള ഫോൺ നമ്പറും പ്രൊവൈഡ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഈ തവണ എക്സാം എഴുതാൻ പറ്റത്തില്ല. ഇത് ചേഞ്ച് ചെയ്യുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്, നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് അവർ 5th പോയിന്റ് അവിടെ ബോൾഡ് മാർക്ക് ചെയ്തിരിക്കുന്നത്. Then 6, candidate or student must click the link to capture and update information and system checking for foundation and exam December 2020. എന്ന് പറഞ്ഞിട്ട് ലിങ്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന സിസ്റ്റം ചെക്ക് ചെയ്യാനും, നമുക്ക് സിസ്റ്റം ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എക്സാം ആപ്ലിക്കേഷൻ ഫോംസും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യാനും കാര്യത്തിലെല്ലാം നമുക്ക് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ലിങ്കാണ്. ഓക്കെ, നമ്മുടെ ഫോട്ടോ എനേബിൾഡ് ആക്കിക്കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമുക്കിത് ചെയ്യേണ്ടത്. Then 7th പോയിന്റ് പറയുന്നത്, എ ഫൗണ്ടേഷൻ എക്സാമിനേഷൻ വിൽ ബി കണ്ടക്റ്റഡ് വിത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ മോഡ് ത്രൂ ഓൺലൈൻ ഫ്രോം ഹോം. ഓക്കെ, നമുക്കറിയാം MCQ എക്സാംസ് ആണല്ലോ ഫൗണ്ടേഷൻ. നമ്മൾ പ്രീവിയസ്ലി നടന്ന എക്സാം എന്ത് തന്നെയായിരുന്നു, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ദെൻ ബാക്കി ഈച്ച് പേപ്പർ വിൽ ക്യാരി 100 മാർക്സ് ആൻഡ് 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഈച്ച് ക്വസ്റ്റ്യൻ വിൽ ക്യാരി 2 മാർക്സ്. നോർമൽ പ്രോഗ്രാം തന്നെയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു സെറ്റ് ക്വസ്റ്റ്യനകത്ത് എന്തുണ്ടായിരിക്കും, 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ടോട്ടൽ മാർക്ക് സെക്യൂർഡബിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 100 മാർക്സ് ആയിരിക്കും. പെർ ക്വസ്റ്റിന് 2 മാർക്സ് വെച്ചായിരിക്കും പറ്റുന്നത്. ദെൻ ദെയർ വിൽ ബി നോ നെഗറ്റീവ് മാർക്കിംഗ് ഇൻ ദ എക്സാം ഫ്രം റോങ് ആൻസേഴ്സിന് ഈ നെഗറ്റീവ് മാർക്സ് ഒന്നും കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. ദെൻ ഈച്ച് സെഷൻ വിൽ ബി എ ടോട്ടൽ ഓഫ് 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഓഫ് 200 മാർക്സ്. ഓരോ സെക്ഷനിലും 50-50 വെച്ചിട്ടുള്ള 4 സബ്ജക്ട്സ് ആണല്ലോ. അപ്പോൾ 2 സബ്ജക്റ്റ് ചേർത്ത് ഒരു എക്സാം ആയിട്ട് നടക്കുക. അപ്പം ഒരു സെക്ഷനിൽ വരുമ്പോൾ 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ടോട്ടലി നമുക്ക് സെക്യൂറബിൾ ആയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 200 മാർക്സ് ആയിരിക്കും.
Then 11th point, all candidates or students will have to appear in the foundation exam through online mode using mobile, laptop, desktop, tab from their home. എല്ലാ സ്റ്റുഡൻസിനും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫോണിലോ ഡെസ്ക്ടോപ്പിലോ ടാബിലോ ലാപ്ടോപ്പോ എനി ആ ടൈപ്പ് ഈ പറഞ്ഞിരിക്കുന്ന എനി 4 ഡിവൈസസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും, നോ ഇഷ്യൂ. Then 12th point പറയുന്നത് students are requested to appear in the foundation exam from their home only by logging within the time span given. Login credentials and URL link will be given in the due time. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്, സ്റ്റുഡൻസിനോട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് കൃത്യമായിട്ട് ഓൺലൈൻ, കാരണം ഇവർക്ക് ഹോം ബേസ്ഡ് ഓൺലൈൻ എക്സാം മാത്രമേ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനുള്ളൂ. അപ്പോൾ അവർ കൃത്യമായ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. ആ ലിങ്ക് അവർ കറക്റ്റ് ഡ്യൂ ടൈം ആകുമ്പോൾ, എക്സാമിൻ്റെ ടൈം ആവുന്ന ടൈമിൽ എന്ത് ചെയ്യുള്ളൂ, അവർ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ. നോർമലി ഒരു ഇൻ ബിറ്റ്വീൻ 15 മിനിറ്റ്സിന് മുന്നേ നമുക്ക് ആ ലിങ്ക് അവൈലബിൾ ആയിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് ഒരു ടൈം ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം നമുക്ക് ലോഗിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. ദെൻ 13th പോയിന്റ് പറയുന്നത് ഓൺലൈൻ ഹോം ബേസ്ഡ് മോക്ക് എക്സാം ഷെഡ്യൂൾ വിൽ ബി റിലീസ്ഡ് സൂൺ. നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതോടനെ റിലീസാവും ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന്. ദെൻ 14th പറയുന്നത് students are requested to check their email, spam, SMS and website of the institute regularly for updates and notifications related to the examination. ഇനി വരുന്ന നമുക്ക് December 5th ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഈ എക്സാം ആകുന്നത് വരെയും നമുക്ക് വെൽ അപ്ഡേറ്റഡ് ആകാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റ് റെഗുലർലി വിസിറ്റ് ചെയ്യുക, നമ്മുടെ മെയിൽ ചെക്ക് ചെയ്യുക, SMS ചെക്ക് ചെയ്യുക എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അവോയ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്ഡേഷൻസിൻ്റെ കേസിൽ. Then a candidate or students who is completing all the conditions for appearing in the examination as per the regulations will only be allowed to appear for examination. നോർമലി നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫൗണ്ടേഷൻ ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മേളിൽ പറഞ്ഞിരിക്കുന്ന ഓൺലൈൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പ്രകാരം അതിനകത്ത് ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഫില്ല് ചെയ്തതിന് ശേഷം കൃത്യമായ ഓൺലൈൻ നമുക്ക് ഡിവൈസ് ഉണ്ടായിരിക്കണം. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോബബിൾ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് റിസൾട്ട് വിൽ ബി അലൗൺസ് ഇൻ ദ ഡ്യൂ കോഴ്സ്. ഇനി വരുന്ന ടൈമിൽ എക്സാം കഴിഞ്ഞതിന് ശേഷമോ ആ ഒരു ടൈം ആകുമ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എന്നായിരിക്കും എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് എന്ന് അറിയാൻ പറ്റും. ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം, ഡോണ്ട് വെറി. ദെൻ 17th പോയിന്റ് വരുന്ന ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് ക്രെഡൻഷ്യൽസ് ഈസ് 18th November 2020. നോ റിക്വസ്റ്റ് വിൽ ബി എൻ്റർടൈൻ ഡെയർ ആഫ്റ്റർ. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന November 20th നിന്ന് November 11th ഇന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത്. November 18th നമുക്ക് എന്ത് പറയുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 18th മുമ്പേ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഈ പറഞ്ഞിരിക്കുന്ന ക്രെഡൻഷ്യൽസ് എല്ലാം ഫില്ല് ചെയ്തുകൊണ്ട് എക്സാം ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണം. നമുക്ക് അതിനുശേഷം നമുക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്സാം സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എക്സാം ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ 18th ഫോം എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൺ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി പ്ലീസ് ഡോണ്ട് ട്രിഗർ എനി മെയിൽ ഓർ ഫോൺ കോൾ. ഓക്കെ, നമുക്ക് ഒരിക്കൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റിക്വസ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്തു, സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറഞ്ഞിരിക്കുന്ന മെയിൽ അയച്ച് എൻക്വയറി നടത്തുക, ഫോൺ വിളിക്കുക, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കൃത്യമായിട്ട് ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അത്രേ ഉള്ളൂ കാര്യം. ഗെയ്സ്, അപ്പോൾ നിങ്ങൾ വെൽ അവെയർഡ് ആയിരിക്കണം ഈ കാര്യങ്ങൾ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് സ്റ്റുഡൻസ് എല്ലാവരും ഈ ഫോം ഇത് വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ഓൾ. താങ്ക് യു.